Hello students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ആപ്ലെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. ആപ്ലെറ്റ് വ്യൂവർ വെച്ചിട്ട് അത് റൺ ചെയ്യാമെന്ന് പഠിച്ചു. സോ ഇന്ന് നമ്മൾ ആപ്ലെറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കുകയാണ്. സോ നമുക്കറിയാം ആപ്ലെറ്റ് ക്ലാസ് വെച്ചിട്ടാണ് നമുക്ക് ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദിസ് ഇസ് എ ബിൽറ്റ് ഇൻ ക്ലാസ്, റൈറ്റ്? ആൻഡ് ഇറ്റ്സ് പ്രസൻറ്റ് ഇൻ java.applet package. It provides several methods that give you detailed control over the execution of your applet. So നമുക്ക് നോക്കാം എന്തൊക്കെയാണ്, what are the types of applets, ആപ്ലെറ്റിൻ്റെ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ മെത്തേഡ്സ് അവൈലബിൾ ആണ് ആപ്ലെറ്റിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. So two types of applets. So there are two varieties of applets actually. നമ്മളിപ്പോൾ ഒരു വെറൈറ്റിയാണ് ഇത്ര നേരം കണ്ടത്. Actually there are two varieties of applets. Okay, the first are those based directly on the applet class. So നമ്മൾ ഓൾറെഡി ആപ്ലെറ്റ് ക്ലാസ് വെച്ചിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. Okay, and these applets use the abstract window toolkit യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലെറ്റ്സ് ആണ് നമ്മൾ ഇതുവരെ കണ്ടത്. സോ AWT എന്ന് പറയുന്ന അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് വെച്ചിട്ടാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആപ്ലെറ്റിന് വേണ്ടിയിട്ടുള്ള GUI AWT വഴിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ അതാണ് നമ്മുടെ ആപ്ലെറ്റിലൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ആപ്ലെറ്റിലൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് സ്റ്റൈൽ ഓഫ് ആപ്ലെറ്റ് ഹാസ് ബീൻ അവൈലബിൾ സിൻസ് ജാവ വാസ് ഫസ്റ്റ് ക്രിയേറ്റഡ്. ജാവ ആദ്യം ക്രിയേറ്റ് ചെയ്ത സമയത്ത് തൊട്ടേ ഉള്ള ഒരു ഫീച്ചറായിരുന്നു ഈ AWT വെച്ചിട്ടുള്ള ആപ്ലെറ്റ്സ്. ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ആപ്ലെറ്റ്സ് ആർ ദോസ് ബേസ്ഡ് ഓൺ സ്വിംഗ് ക്ലാസ് വിച്ച് ഇസ് കോൾഡ് JApplet. ഇനി വേറൊരു വെറൈറ്റി ഓഫ് ആപ്ലെറ്റ്സ് ആണ് JApplet എന്ന് പറയുന്നത്, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ സ്വിംഗ് ക്ലാസ്. ജാവേൻ്റെ തന്നെ വേറൊരു പാക്കേജാണ് സ്വിംഗ് എന്ന് പറയുന്നത്. സ്വിംഗ് പാക്കേജ് വെച്ചിട്ട് നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാം. AWT വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം, സ്വിംഗ് വെച്ചിട്ടും ക്രിയേറ്റ് ചെയ്യാം. സ്വിംഗ് കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആൻഡ് അപ്ഡേറ്റഡ് ആണ്, കുറച്ചും കൂടി എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള GUI ഉണ്ടാക്കാനുള്ള കുറച്ചും കൂടി അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു പാക്കേജാണ് സ്വിംഗ് എന്ന് പറയുന്നത്. സോ സ്വിംഗ് വെച്ചിട്ടാണ് നമ്മൾ JApplet ക്രിയേറ്റ് ചെയ്തത്. AWT വെച്ചിട്ടാണ് സാധാരണ ആപ്ലെറ്റ്സ് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ആപ്ലെറ്റ് ആണ് ഉള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോർ യുവർ ഇൻഫർമേഷൻ. സോ ട്രഡീഷണൽ ആപ്ലെറ്റ്സ് എന്ന് പറയുന്നത് AWT ബേസ്ഡ് ആപ്ലെറ്റ്സ് ആണ്. ഓക്കെ, വെരി സിമ്പിൾ യൂസർ ഇൻ്റർഫേസ് മാത്രമേ നമുക്ക് വേണമെന്നെങ്കിൽ നമുക്ക് ഈ AWT ബേസ്ഡ് ആപ്ലെറ്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്വിംഗ് ബേസ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടി അഡീഷണൽ ഫീച്ചേഴ്സും കുറച്ചും കൂടി കോംപ്ലെക്സ് ഇൻ്റർഫേസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അതായത് JApplet വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയായാലും JApplet ഇറ്റ് ഇൻഹെറിറ്റ്സ് ഫ്രം ആപ്ലെറ്റ്. എൻ്റെ JApplet എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസ് ക്ലാസ്. സോ ഇതിൻ്റെ ബേസ് ക്ലാസ്, JAppletൻ്റെ ബേസ് ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ആപ്ലെറ്റ് തന്നെയാണ്. സോ ആപ്ലെറ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും JAppletൽ അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് us see Applet basics. ആപ്ലെറ്റിൻ്റെ, as I told, what are the different life cycle methods of Applet and what are the other methods available in Applet. സോ നമ്മൾക്കറിയാം നമ്മൾ AWT ബേസ്ഡ് ആപ്ലെറ്റ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മൾ സ്വിംഗ് ബേസ്ഡ് ആപ്ലെറ്റ്സ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് യു ക്യാൻ റെഫർ ടു ചാപ്റ്റർ 29. ഓക്കെ, സോ സ്വിംഗ് ബേസ്ഡ് ആപ്ലെറ്റ്സ് നമ്മൾ നോക്കണില്ല, AWT ബേസ്ഡ് ആപ്ലെറ്റ്സ് മാത്രമേ നോക്കുള്ളൂ. സോ എനിവേ, ഓൾ ആപ്ലെറ്റ്സ് ആർ സബ് ക്ലാസസ് ഓഫ് ആപ്ലെറ്റ്. ഓൾ ആപ്ലെറ്റ്സ് ആർ സബ് ക്ലാസസ് ഓഫ് ആപ്ലെറ്റ്സ്. സബ് ക്ലാസസ് ഓഫ് ആപ്ലെറ്റ്. ആപ്ലെറ്റ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ക്ലാസിൻ്റെ സബ് ക്ലാസ് ആണ്. ആപ്ലെറ്റ് നമുക്കറിയാം അത് സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാം അല്ല. അത് ഒന്നുകിൽ വെബ് ബ്രൗസർ വഴി എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആപ്ലെറ്റ് വ്യൂവർ വഴി എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ ആപ്ലെറ്റ് വ്യൂവർ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ കണ്ടു. ആൻഡ് നമ്മൾ സാധാരണ എല്ലാ ജാവ പ്രോഗ്രാംസും മെയിൻ മെത്തേഡ് ഉണ്ടായിരിക്കണം എന്നറിയാം. മെയിൻ മെത്തേഡ് ആണ് ആദ്യത്തെ മെത്തേഡ് വിച്ച് ഗെറ്റ്സ് കോൾഡ് when the Java runtime environment calls the പ്രോഗ്രാമിലോട്ട് കൺട്രോൾ വരുന്നത് മെയിൻ മെത്തേഡ് വഴിയാണ്. പക്ഷേ ആപ്ലെറ്റിൽ അങ്ങനെ മെയിൻ മെത്തേഡ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. So execution of an applet does not begin at main method.
ഓക്കെ. സോ മെയിൻ മെത്തേഡ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ആപ്ലെറ്റിന്റെ കൺട്രോൾ ഒരിക്കലും മെയിൻ മെത്തേഡിലല്ല വരുന്നത്. സോ ദർ ഇസ് എൻ എൻറ്റയർലി ഡിഫറെന്റ് മെക്കാനിസം. നമ്മൾ ഓൾറെഡി ഇതുവരെ കണ്ട ഒരു മെക്കാനിസം അല്ല ആപ്ലെറ്റിലുള്ളത്. ആൻഡ് സിമിലർലി നമ്മൾ കൺസോളിലേക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് system.out.println യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായിരുന്നു നമ്മൾ യൂസറിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ പ്രോഗ്രാമിന് എത്തിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം പ്രിന്റ് ചെയ്ത് കൊടുക്കും യൂസറിലേക്ക്. യൂസർ കാണുന്ന സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നതാണ് ഈ മെത്തേഡ്. പക്ഷെ ആപ്ലെറ്റിന്റെ കേസിൽ നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ആപ്ലെറ്റ് അങ്ങനെയല്ല, യൂസർ വിൻഡോയിൽ അങ്ങനെയല്ല ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ കണ്ടു, ഡ്രോ സ്ട്രിംഗ് മെത്തേഡ്, ഗ്രാഫിക് സബ്ജക്റ്റിന്റെ ഡ്രോ സ്ട്രിംഗ് മെത്തേഡ് വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ വിൻഡോന്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിൻഡോന്റെ അകത്ത് എവിടെയാണ് പ്രിന്റ് ചെയ്യുന്നതും കൂടി പറയണം. എന്താണ് പ്രിന്റ് ചെയ്യുന്നത് മാത്രമല്ല എവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത്. സോ XY ലൊക്കേഷൻ പറയണം. ഓക്കെ. അതേപോലെ തന്നെ ഇൻപുട്ടും നമ്മൾ സാധാരണ കൺസോൾ ബേസ്ഡ് ആപ്ലിക്കേഷൻസിൽ കീബോർഡ് വഴി റീഡ് ചെയ്യുമ്പം നമ്മൾ സ്കാനർ ക്ലാസ് ഒക്കെ വെച്ചിട്ട് റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അല്ലെങ്കിൽ ബഫേർഡ് റീഡർ ഉണ്ട്, ഡേറ്റ ഇൻപുട്ട് സ്ട്രീം, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്ലാസ്സസ് അവൈലബിൾ ഇൻപുട്ടിന് വേണ്ടിയിട്ട്. അതൊന്നും നമ്മൾ ഇവിടെ യൂസ് ചെയ്യില്ല. നമ്മൾ AWTന്റെ ഇവന്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്സ് റീഡ് ചെയ്യുന്നത്. അതായത് നമ്മളെ മൗസ് ക്ലിക്ക് ആയാലും കീബോർഡ് മൗസ് ഇവൻറ്റ്സ് ആയാലും കീബോർഡ് ഇവൻറ്റ്സ് ആയാലും ഒക്കെ അത് AWT വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. പിന്നെ നമുക്കറിയാം വെബ് സെർവറിൽ റൺ ചെയ്യുന്നതാണെങ്കിൽ വെബ് സെർവറിലാണ് ആക്ച്വലി ആപ്ലെറ്റ് റൺ ചെയ്യാൻ പോകുന്നത്. ആപ്ലെറ്റ് വ്യൂവറിൽ ചെയ്യുന്നത് ആക്ച്വലി ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. സോ വെബ് സെർവറിലാണെങ്കിൽ എന്തായാലും ഒരു HTML ഫയൽ വേണം, വിച്ച് ഹാസ് ആൻ ആപ്ലെറ്റ് ടാഗ്. HTML ഫയലിൻ്റെ അകത്ത് ആപ്ലെറ്റ് ടാഗ് വേണം, വിച്ച് സ്പെസിഫൈസ് വിച്ച് ഇസ് ദ ആപ്ലെറ്റ് ദാറ്റ് ഇസ് ഗോയിങ് ടു എക്സിക്യൂട്ട്, വിച്ച് ഇസ് ദ ക്ലാസ് ഫയൽ ഓഫ് ദി ആപ്ലെറ്റ്. പിന്നെ ആപ്ലെറ്റ് റൺ ചെയ്യാൻ പോകുന്നത് ഒരു വിൻഡോന്റെ അകത്താണ്. ആ വിൻഡോന്റെ വിഡ്ത്തും ഹൈറ്റും സ്പെസിഫൈ ചെയ്യണം. സോ ഈ ഒരു ആപ്ലെറ്റ് ടാഗ്, ആപ്ലെറ്റ് അതായത് കണ്ടെയ്നർ ടാഗാണ്. ഓക്കെ. സോ ആ ഒരു ടാഗ് നമ്മൾ എന്തായാലും യൂസ് ചെയ്തിരിക്കണം HTML ഫയലിൻ്റെ അകത്ത്. ഇതിപ്പം കമന്റ് ചെയ്തിട്ടിരിക്കുന്നത് ജാവ സോഴ്സ് കോഡിലാണ്. അത് ആപ്ലെറ്റ് വ്യൂവർ യൂസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യുക, ഈ കമന്റിങ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ HTML ഫയലിലാണ് കമന്റിങ് വേണ്ട. ഓക്കെ. So let us see the applet class. The applet class defines the applet class is the built-in method java.applet and adathu kedakkana applet class. So it defines some methods and it provides all necessary support for applet execution. Applet execute and ella supportum adu provide cheyunu, starting stopping. Okay. So it also provides methods that load and display images and methods that load and play audio clips. Images load cheyanum, images display cheyanum, images മാത്രമല്ല ഓഡിയോ ക്ലിപ്സ് ലോഡും ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ഉള്ള ഡിസ്പ്ലേ അല്ല പ്ലേ ചെയ്യാൻ, ഓഡിയോ ക്ലിപ്സ് പ്ലേ ചെയ്യാനുള്ളൊക്കെ മെത്തേഡ്സ് ആപ്ലെറ്റ് ക്ലാസ്സിൽ ഉണ്ട്. ആൻഡ് ആപ്ലെറ്റ് എക്സ്റ്റെൻസ് ദി AWT ക്ലാസ് പാനൽ. സോ ആപ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് പാനൽ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്, വിച്ച് ഇസ് പ്രസന്റ് ഇൻ AWT പാക്കേജ്. java.awt പാക്കേജിന്റെ അകത്തുള്ള ഓക്കെ java.awt പാക്കേജിന്റെ അകത്തുള്ള java.awt പാക്കേജിന്റെ അകത്തുള്ള പാനൽ ക്ലാസ് ആണ് ആപ്ലെറ്റിന്റെ ബേസ് ക്ലാസ് അല്ലെങ്കിൽ ആപ്ലെറ്റിന്റെ സൂപ്പർ ക്ലാസ്. ആപ്ലെറ്റ് ഇരിക്കുന്നത് java.applet പാക്കേജിന്റെ അകത്ത്. ഓക്കെ. അതിൻ്റെ അകത്താണ് ആപ്ലെറ്റ് ഇരിക്കുന്നതെങ്കിലും ആപ്ലെറ്റിന്റെ ബേസ് ക്ലാസ് പറയുന്നത് പാനൽ ക്ലാസ് ആണ്, വിച്ച് ഇസ് പ്രസന്റ് ഇൻ java.awt പാക്കേജ്. ഇനി പാനലിന്റെ ബേസ് ക്ലാസ് പറയുന്നത് കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ് ആണ്. അതിന്റെ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് കമ്പോണന്റ് എന്ന് പറയുന്ന ക്ലാസ് ആണ്. ഓക്കെ. So these classes provide support for Java's window-based graphical interface. So ഇതൊക്കെ ഈ ജാവ എന്താണ് പാനലും കണ്ടെയ്നർ കമ്പോണന്റ് ഒക്കെ java.awt പാക്കേജിന്റെ അകത്തുള്ള ക്ലാസ്സസ് ആണ്. ഇതൊക്കെയാണ് GUI ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. So window-based activities
അതായത് GUI, ഗ്രാഫിക്കൽ വിൻഡോസ് വെച്ചിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനും സപ്പോർട്ട് ഇങ്ങനെയാണ് ആപ്ലെറ്റിന് കിട്ടുന്നത്. ബിക്കോസ് AWTയിലെ ക്ലാസ്സസും കൂടി അതിൻ്റെ മെത്തേഡ്സും കൂടി ഇത് ആപ്ലെറ്റിന് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ് us see some of the methods. ഇതിൻ്റെ അകത്ത് എല്ലാ മെത്തേഡ്സും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയില്ല. എന്തായാലും ഡിസ്ട്രോയ് എന്ന് പറഞ്ഞ മെത്തേഡ്, ഓക്കെ, ദെൻ init എന്ന് പറഞ്ഞ മെത്തേഡ്, സ്റ്റാർട്ട് മെത്തേഡ്, സ്റ്റോപ്പ് മെത്തേഡ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഓക്കെ, so destroy method, appletന്റെ destroy method, it is called by the browser just before an applet is terminated. applet terminate ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വിളിക്കപ്പെടുന്ന മെത്തേഡാണ് ഡിസ്ട്രോയ്. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ ക്ലീൻ അപ്പ് ഓപ്പറേഷൻസ്, റിസോഴ്സസ് റിലീസ് ചെയ്യുന്ന ഓപ്പറേഷൻസ്, ഇതൊക്കെ ഡിസ്ട്രോയിൻ്റെ അകത്താണ് ചെയ്യുക. ഓക്കെ, പിന്നെ വേറെ മെത്തേഡ്സ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഗെറ്റ് ആക്സസിബിൾ കോണ്ടെക്സ്റ്റ്, ഗെറ്റ് ആപ്ലെറ്റ് കോണ്ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ മെത്തേഡ്സ് ഉണ്ട്. ഗെറ്റ് ആപ്ലെറ്റ് ഇൻഫോ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. റിട്ടേൺസ് സ്ട്രിംഗ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി ആപ്ലെറ്റ്. പിന്നെ ഗെറ്റ് ഓഡിയോ ക്ലിപ്പ്, ഞാൻ പറഞ്ഞു ഓഡിയോ ക്ലിപ്സ് പ്ലേ ചെയ്യാനും ഇമേജസ് ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെയുള്ള മെത്തേഡ്സ് ആപ്ലെറ്റിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് എവിടെയെങ്കിലും നമ്മളെ ഫയൽ സിസ്റ്റത്തിൽ കിടക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് റിട്രീവ് ചെയ്തെടുക്കാനൊക്കെ ഗെറ്റ് ഓഡിയോ ക്ലിപ്പ് മെത്തേഡ് ഇസ് ദെയർ. ഓക്കെ, എന്നിട്ട് അത് പ്ലേ ചെയ്യാനുള്ള മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, സോ ഓഡിയോ ക്ലിപ്പ് റിട്രീവ് ചെയ്യാൻ മാത്രമല്ല ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാനുള്ള മെത്തേഡ്സ്. സോ ദാറ്റ് ഹിയർ പ്ലേ ചെയ്യാനുള്ള മെത്തേഡ്സ്. സോ റിട്രീവ് ചെയ്തിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് നമുക്ക് ഏതെങ്കിലും ഫയൽ സിസ്റ്റത്തിൽ കിടക്കുന്ന ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ കിടക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാനോ ഒക്കെ പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, സോ പ്ലേ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഗെറ്റ് ഓഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അതിൻ്റെ 2 വേർഷൻസ് ഉണ്ട്. ഒന്ന് URL മാത്രം, പിന്നെ ഒന്ന് URLും ക്ലിപ്പ് നെയിം, 2 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. Both of them returns audio clip object. Get audio clip method returns audio clip object. Get code base എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട് which returns a URL associated with the invoking applet. ആപ്ലെറ്റിന്റെ URL, ആപ്ലെറ്റ് എവിടെയാണ് കിടക്കുന്നത്? ആപ്ലെറ്റിന്റെ ക്ലാസ് ആക്ച്വലി വെബ് സെർവറിലാണല്ലോ കിടക്കുക. ആപ്ലെറ്റ് ക്ലാസ്, ആപ്ലെറ്റിന്റെ നമ്മളിപ്പോൾ നമ്മളെ കേസിൽ നേരത്തെ നമ്മൾ മൈ ആപ്ലെറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തല്ലോ. ആ ക്ലാസ് ഇരിക്കുന്നത് var www html എന്ന് പറയുന്ന ആ ഫോൾഡറിൻ്റെ അകത്തായിരുന്നു. സോ അത് എവിടെയാണ് കിടക്കുന്നത് അതിൻ്റെ ആ URL, ഓക്കെ, ദാറ്റ് വിൽ ബി റിട്ടേൺ ബൈ ദിസ് ഗെറ്റ് കോഡ് ബേസ്. പിന്നെ ഗെറ്റ് ഡോക്യുമെന്റ് ബേസ് എന്ന് പറഞ്ഞാൽ ആപ്ലെറ്റിൻ്റെ URL അല്ല, ആ HTML ഫയൽ ഉണ്ടല്ലോ, ആപ്ലെറ്റ് എംബഡ് ചെയ്തിരിക്കുന്ന HTML ഫയൽ, അതിൻ്റെ URL, അതാണ് ഗെറ്റ് ഡോക്യുമെന്റ് ബേസ് റിട്ടേൺ ചെയ്യുന്നത്. URL എന്ന് പറഞ്ഞാൽ അറിയാലോ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. എവറി റിസോഴ്സ് ഇൻ ദി വേൾഡ് വൈഡ് വെബ് ഇസ് ഐഡന്റിഫൈഡ് യൂണിക്ലി വിത്ത് എ പർട്ടിക്കുലർ സ്ട്രിംഗ് called URL or uniform resource locator. അതാണ് URL എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമേജ് റിട്രീവ് ചെയ്യാനും എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വെബ്സൈറ്റിൽ കിടക്കുന്ന ഇമേജ്, വേൾഡ് വൈഡ് വെബിൽ എവിടെയെങ്കിലും കിടക്കുന്ന ഇമേജ് റിട്രീവ് ചെയ്യാനും അതിനുള്ള പ്രൊവിഷനും നമുക്ക് ഉണ്ട്. അങ്ങനെ 2 വേർഷൻസ് ഓഫ് ഗെറ്റ് ഇമേജ് കാണുന്നുണ്ട് ഇവിടെ. ഒന്ന് ഓൺലി വിത്ത് URL ആസ് ആർഗ്യുമെന്റ്, സെക്കൻഡ് ഇസ് URLും ഇമേജ് നെയിം ആസ് ആർഗ്യുമെന്റ്. പിന്നെ ഗെറ്റ് പാരാമീറ്റർ എന്ന് വെച്ചാൽ നമ്മളെ ആപ്ലെറ്റിന് ഒരുപാട് പാരാമീറ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ആപ്ലെറ്റ് ടാഗ് പഠിച്ചിട്ട് പാരാമീറ്റേഴ്സ് സ്പെസിഫൈ ചെയ്യാം. സോ ആ പാരാമീറ്റേഴ്സും കൂടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ init method are called when an applet begins execution. It's a very important method. ആപ്ലെറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ വിളിക്കപ്പെടുന്ന മെത്തേഡാണ് init method. It's a first method called for any applet. ഏത് ആപ്ലെറ്റും എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ വിളിക്കപ്പെടുന്ന മെത്തേഡാണ് init. പിന്നെ is active method returns true if the applet has been started. ആപ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെത്തേഡാണ് is active. ആപ്ലെറ്റ് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടതാണെങ്കിൽ, അതായത് ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോവോ അതിൻ്റെ മുകളിൽ വേറൊരു ആപ്ലിക്കേഷൻ വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യപ്പെടുമ്പോഴൊക്കെ സ്റ്റോപ്പ് മെത്തേഡ് വിളിക്കപ്പെടും. സോ ആ സ്റ്റോപ്പ് മെത്തേഡ് വിളിച്ച ആപ്ലെറ്റിൻ്റെ മുകളിലാണ് is active മെത്തേഡ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ദെൻ ഇറ്റ് വിൽ റിട്ടേൺ ഫാൾസ്. അല്ലാതെ റണ്ണിങ് സ്റ്റേറ്റിലുള്ള ഒരു ആപ്ലെറ്റിന്റെ മുകളിലാണ് is active മെത്തേഡ് വിളിക്കുന്നതെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ട്രൂ. ഓക്കെ,
ദെൻ പ്ലേ നമ്മൾ പറഞ്ഞു ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, സോ ഓഡിയോ ക്ലിപ്പ് നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ കിടക്കണ ഓഡിയോ ക്ലിപ്പ് റിട്രീവ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫംഗ്ഷനാണ് ഈ ന്യൂ ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ആൻഡ് റീസൈസ്, നമുക്ക് ആപ്ലെറ്റിൻ്റെ വിൻഡോ റീസൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്കത് റീസൈസ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് റീസൈസ്. അതിൻ്റെ ആർഗ്യുമെൻറ്റ് ഡയമെൻഷൻ ടൈപ്പാണ്. അതിൻ്റെ 2 വേർഷൻസ് ഉണ്ട്, റീസൈസ് വിത്ത് ഡയമെൻഷൻ അല്ലേ, ഓവർലോഡഡ് വേർഷൻസ് പറയാം. ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്തിട്ടുള്ള ആർഗ്യുമെന്റ്, അങ്ങനെ ഒരു ആർഗ്യുമെന്റും ഉണ്ട്. അല്ലാതെ വിഡ്ത്തും ഹൈറ്റും ഡയറക്ട്ലി പാസ് ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റും ഉണ്ട്. ഓക്കെ, ഒരു മെത്തേഡും ഉണ്ട്. അങ്ങനെ 2 ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ദി സെയിം മെത്തേഡ്. ബോത്ത് ഡസ് ദി റീസൈസിങ് ഓഫ് ദി ആപ്ലെറ്റ് വിൻഡോ. സെറ്റ് സ്റ്റെപ്പ് തൽക്കാലം നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ഇങ്ങനെയുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആൻഡ് ഷോ സ്റ്റേറ്റസ്, നമുക്ക് ആപ്ലെറ്റിന്റെ സ്റ്റേറ്റസ് വിൻഡോയുടെ അകത്ത് എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഷോ സ്റ്റേറ്റസ്. ആപ്ലെറ്റ് വിൻഡോന്റെ സ്റ്റേറ്റസ് ബാർ എന്ന് പറയാം. ഓക്കെ, സ്റ്റേറ്റസ് ബാറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നെങ്കിൽ. ഇനി സ്റ്റാർട്ട് മെത്തേഡ്, ആസ് ഐ ടോൾഡ്, ആപ്ലെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൾ ചെയ്യുന്നത് ബ്രൗസറാണ് ഈ സ്റ്റാർട്ട് മെത്തേഡ് വിളിക്കുന്നത്. ബ്രൗസറിലാണല്ലോ ആപ്ലെറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ആപ്ലെറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം വിളിക്കപ്പെടുന്ന മെത്തേഡാണ് സ്റ്റാർട്ട് മെത്തേഡ്, അല്ല ഇനിറ്റ് മെത്തേഡ്. ഇങ്ങനെയാണ് ഇനിറ്റ് മെത്തേഡ് ആണ് ആദ്യം വിളിക്കുക. ഇനിറ്റ് മെത്തേഡ് കഴിഞ്ഞാൽ ഉടനെ വിളിക്കുന്ന മെത്തേഡാണ് സ്റ്റാർട്ട് മെത്തേഡ്. ഓക്കെ, സ്റ്റാർട്ട് മെത്തേഡ് കോൾഡ് ബൈ ദ ബ്രൗസർ when applet should start execution or resume execution. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോയി തിരിച്ചു വരുമ്പോൾ മിനിമൈസ് ചെയ്ത് പിന്നെ വീണ്ടും മാക്സിമൈസ് ചെയ്ത് വരുമ്പം അങ്ങനെയൊക്കെ എല്ലായ്പ്പോഴും വിളിക്കപ്പെടുന്ന മെത്തേഡാണ് സ്റ്റാർട്ട് മെത്തേഡ്. ഓക്കെ, ഇനിറ്റ് മെത്തേഡ് ഒരിക്കൽ മാത്രമേ വിളിക്കുള്ളൂ, അതായത് ആദ്യമായിട്ട് ആപ്ലെറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇനിറ്റ് മെത്തേഡ്. ഓക്കെ, സ്റ്റാർട്ട് മെത്തേഡ് പക്ഷെ അങ്ങനെയല്ല, സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വിളിക്കും, റെസ്യൂം ചെയ്യുമ്പോഴും വിളിക്കും. ഓക്കെ, സോ ഇനിറ്റ് മെത്തേഡ് വിളിച്ച ഉടനെ ഓട്ടോമാറ്റിക്കലി വിളിക്കപ്പെടുന്ന മെത്തേഡാണ് സ്റ്റാർട്ട് മെത്തേഡ്. ദെൻ സ്റ്റോപ്പ് മെത്തേഡ്, നേരത്തെ പറഞ്ഞു താൽക്കാലികമായിട്ട് ആപ്ലെറ്റ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകുമ്പോഴോ മിനിമൈസ് ചെയ്യപ്പെടുമ്പോഴോ ഒക്കെ വിളിക്കപ്പെടുന്ന മെത്തേഡാണ് സ്റ്റോപ്പ് മെത്തേഡ്. അത് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ എഗെയിൻ സ്റ്റാർട്ട് മെത്തേഡ് വിളിക്കും. അതായത് വീണ്ടും ഫോർഗ്രൗണ്ടിൽ വരുമ്പോഴും നമ്മളെ വിൻഡോ ഫോർഗ്രൗണ്ടിൽ വരുത്തുമ്പോഴൊക്കെ. ഓക്കെ, it is this method that gets called start method gets called. സ്റ്റോപ്പ് വിളിക്കുന്ന എപ്പോഴാണ്? സ്റ്റോപ്പ് വിളിക്കുന്നത് മിനിമൈസ് ചെയ്യപ്പെടുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകുമ്പോഴും ഒരു വിൻഡോ ആപ്ലെറ്റ് വിൻഡോന്റെ മുകളിലേക്ക് വേറൊരു വിൻഡോ വീഴുമ്പോഴൊക്കെ വിളിക്കപ്പെടുന്ന മെത്തേഡാണ് സ്റ്റോപ്പ് മെത്തേഡ്. സോ ആപ്ലെറ്റ് എന്ന് പറയുന്നത് ഒരു വിൻഡോ ബേസ്ഡ് പ്രോഗ്രാം. ആപ്ലെറ്റ് ആർക്കിടെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ്. ആപ്ലെറ്റ് എന്ന് പറഞ്ഞ ഒരു വിൻഡോ ബേസ്ഡ് പ്രോഗ്രാമാണ്, കൺസോൾ ബേസ്ഡ് പ്രോഗ്രാംസിനെ പോലെയല്ല. ഓക്കെ, ഒരു കാര്യം അറിയേണ്ടതെന്ന് വെച്ചാൽ ആപ്ലെറ്റ്സ് ആർ ഇവന്റ് ഡ്രിവൺ. ആപ്ലെറ്റ്സ് ഇവന്റ് ഡ്രിവൺ ആണ്. AWT അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇവന്റ് ഡ്രിവൺ ആണ്. നമുക്കറിയാം, നമ്മൾ ആപ്ലെറ്റിലോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, യൂസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇൻപുട്സ് കൊടുക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇൻപുട്സ് കൊടുക്കുന്നത് മൗസ് വഴി, കീബോർഡ് വഴി ഒക്കെയാണ്. സോ അതൊക്കെ മൗസിന്റെ ഇവന്റ്സ് ആയിട്ടും കീബോർഡിന്റെ ഇവന്റ്സ് ആയിട്ടൊക്കെയാണ് ആപ്ലെറ്റിൽ എത്തിച്ചേരുക. ഓക്കെ, സോ ഇവന്റ് ഹാൻഡ്ലിംഗ് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഇത് ജനറൽ ഓവർവ്യൂ നമ്മളിവിടെ ആപ്ലെറ്റ് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ജനറൽ ഓവർവ്യൂ ഇവിടെ പറയാണ്. സോ an applet resembles a set of interrupt service routines. ആപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ it resembles a set of interrupt service routines പറയാം. എങ്ങനെയാണത്? ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഹാർഡ്വെയർ ഇന്ററപ്റ്റ് നമ്മളെ സിസ്റ്റത്തിലേക്ക് പോകുമ്പം, CPU-ലേക്ക് പോകുമ്പം CPU ആ ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻസ് വിളിക്കും. ബേസിക്കലി ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻസ് ആ പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡ്. സോ നമ്മൾ ഈ കീബോർഡിലെ കീസ് പ്രസ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ഡിവൈസ് നമ്മളെ CPU-ലോട്ട് ഇന്ററപ്റ്റ് കൊടുക്കുമ്പം CPU എന്ത് ചെയ്യും? ആ ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഇവിടെയും ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻസിന്റെ ഒരു കളക്ഷനാണ് ആപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ.
ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻസ് പറയാം നമുക്ക്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇവന്റ്സിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് മെത്തേഡ്സ് ഉണ്ട്. സോ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. ആപ്ലെറ്റ് വെയിറ്റ്സ് അൺടിൽ ആൻ ഇവന്റ് ഒക്കേഴ്സ്. സോ ആപ്ലെറ്റ് നമ്മൾ വിൻഡോയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണും ആപ്ലെറ്റിന്റെ കോഡ്. ആപ്ലെറ്റിന്റെ കോഡ് എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ ജസ്റ്റ് ഒരു സിമ്പിൾ മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നതല്ലേ കണ്ടുള്ളൂ. അത് അങ്ങനെയല്ല. നമ്മളിപ്പോൾ ടെക്സ്റ്റ് ഫീൽഡ്സ് ഉണ്ടാവാം, ബട്ടൺസ് ഉണ്ടാവാം, ലിസ്റ്റ് ബോക്സ് ഉണ്ടാവാം, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺസ്, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കൺട്രോൾസ് നമുക്ക് ആപ്ലെറ്റിൽ കൊണ്ടുവരാം, ആപ്ലെറ്റിന്റെ വിൻഡോന്റെ അകത്ത് കൊണ്ടുവരാം. അതിനാണ് AWT ടൂൾ കിറ്റ് യൂസ് ചെയ്യുന്നത്. AWT അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് യൂസ് ചെയ്ത് കൊണ്ടുവരാം. സോ അങ്ങനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കൺട്രോൾസിന്റെ മുകളിലൊക്കെ യൂസർ ഇൻപുട്ട് കൺട്രോൾസ് വഴിയൊക്കെ യൂസർ ഇൻപുട്ട് കൊടുക്കുമ്പം ഓക്കെ. സോ നമുക്കൊരു ബട്ടൺ ഉണ്ടെങ്കിൽ ആ ബട്ടന്റെ മുകളിൽ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടെങ്കിൽ ആ സബ്മിറ്റ് ബട്ടന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പം, മൗസ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുമ്പം ആപ്ലെറ്റ് ആ ക്ലിക്ക് ഇവന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Okay, and the runtime system informs the applet that such an event had occurred, and informs the applet such an event had occurred. മാത്രമല്ല, that applet should take some response to that event also. Inform ചെയ്ത് കഴിഞ്ഞാൽ അതിന് റെസ്പോൺസും കൊടുക്കണം. So applet must take appropriate action and then quickly return. സോ റെസ്പോണ്ട് ചെയ്ത് ഉടനെ തന്നെ അത് റിട്ടേൺ ചെയ്യണം. അതിങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കരുത്. റെസ്പോണ്ട് ചെയ്ത് ഉടനെ റിട്ടേൺ ചെയ്യണം. ബിക്കോസ് ബാക്കി ചില കൺട്രോൾസ് ഒക്കെ പ്രസ് ചെയ്യണമെന്ന് യൂസർക്ക് ഉണ്ടാവും. ഒരു കൺട്രോളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വലിയ ആക്ഷൻ ആണ് ഉണ്ടെങ്കിൽ അതായത് ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് ഒരു പെർട്ടിക്കുലർ കൺട്രോൾ, അതായത് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത ഒരു വലിയ ആക്ഷൻ, കുറെ സമയം എടുത്ത് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് ഉള്ളതെങ്കിൽ അത് യൂസറിന് ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദി യൂസർ. യൂസർ വിൽ നോട്ട് ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ്. അതായത് യൂസറിന് ഏറ്റവും പെട്ടെന്ന് ഒരു ആക്ഷൻ തിരിച്ചു കിട്ടണമെന്ന് ചെയ്യണം. അത് മാത്രമല്ല, യൂസറിന് മറ്റ് കൺട്രോൾസിന്റെ മുകളിൽ ചിലപ്പം ഇൻപുട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യണം, ഇത് ക്ലിക്ക് ചെയ്യണം എന്നൊക്കെ ചിലപ്പം തോന്നും. ഓക്കെ, സോ ദ നോർമൽ റൂൾ ഇസ് ദാറ്റ് ആപ്ലെറ്റ് മസ്റ്റ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആൻഡ് ദെൻ ക്വിക്ലി റിട്ടേൺ. അപ്രോപ്രിയേറ്റ് ആക്ഷൻ എത്രയും പെട്ടെന്ന് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് റിട്ടേൺ ചെയ്യണം. സോ ദിസ് ഇസ് എ ക്രൂഷ്യൽ പോയിന്റ്. ഇറ്റ് ഷുഡ് നോട്ട് എൻറ്റർ എ മോഡ് ഓഫ് ഓപ്പറേഷൻ ഇൻ വിച്ച് ഇറ്റ് മെയിൻറ്റെയിൻസ് കൺട്രോൾ ഫോർ എൻ എക്സ്റ്റെൻഡഡ് പീരിയഡ്. ഒരുപാട് സമയത്തേക്ക് കൺട്രോള് ഒരു പെർട്ടിക്കുലർ ആക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കരുത്. ഇറ്റ് മസ്റ്റ് പെർഫോം സ്പെസിഫിക് ആക്ഷൻസ് ഇൻ റെസ്പോൺസ് ടു ഇവന്റ്സ് ആൻഡ് ദെൻ റിട്ടേൺ കൺട്രോൾ ടു ദ റൺ ടൈം സിസ്റ്റം. പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക, ദെൻ റിട്ടേൺ, so that other inputs can be given. ഇനി അഥവാ നമുക്കൊരു വലിയൊരു ടാസ്ക് ചെയ്യണം, റെപ്പറ്റേറ്റീവ് ആയിട്ട് ടാസ്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ then it is better the applet creates a new thread. പുതിയൊരു ത്രെഡ്. നമ്മൾ മൾട്ടി ത്രെഡിംഗിൽ പറഞ്ഞു, ഒരു സിംഗിൾ പ്രോസസ്സിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ത്രെഡ്സ് ഉണ്ടാവാം, മൾട്ടിപ്പിൾ എക്സിക്യൂഷൻ യൂണിറ്റ്സ് ഉണ്ടാവാം എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു ആപ്ലെറ്റിന് ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്യാനുള്ള ഒരു എക്സിക്യൂഷൻ യൂണിറ്റ് ഉണ്ടെങ്കിൽ ഒക്കെ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, റെപ്പറ്റേറ്റീവ് ചെയ്യുമ്പോഴാണല്ലോ കുറെ സമയം എടുത്ത് ചെയ്യാനുള്ളത് ഉണ്ടാവാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ഇറ്റ് ഡസ് ഇറ്റ് ത്രൂ എ സെപ്പറേറ്റ് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് ക്യാൻ റിട്ടേൺ. ആ ത്രെഡിന് ആ കൺട്രോൾ കൊടുത്തിട്ട് ത്രെഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ റെസ്പോൺസിബിലിറ്റി ത്രെഡിന് കൈമാറിയിട്ട് അതിന് തിരിച്ചു വരാം. തിരിച്ചു വരുന്നത് എന്തിനാണ്? വീണ്ടും മറ്റ് ഇവന്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മറ്റ് ഇവന്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അതിന് വീണ്ടും ദ ആപ്ലെറ്റ് ക്യാൻ റിട്ടേൺ ബൈ ഗിവിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ റെപ്പറ്റേറ്റീവ് ടാസ്ക് ടു എ ത്രെഡ്. ഓക്കെ, അങ്ങനെ ചെയ്ത് സോ ത്രെഡ് വെച്ചിട്ട് നമുക്കത് മാനേജ് ചെയ്യാം. സെക്കൻഡ്, ദ യൂസർ ഇനീഷ്യേറ്റ്സ് ഇന്ററാക്ഷൻ വിത്ത് ആൻ ആപ്ലെറ്റ്. സോ നമ്മൾ പറഞ്ഞു ആപ്ലെറ്റും കൺസോൾ ബേസ്ഡ് ആപ്ലിക്കേഷൻ തമ്മിലൊരു പ്രധാന ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ഡിഫറൻസ് എന്നാൽ ആപ്ലെറ്റ് വെയിറ്റ്സ് അൺടിൽ ആൻ ഇവന്റ് ഒക്കേഴ്സ്. ആപ്ലെറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ഇവന്റ് വരുന്നവരെ. ഇവന്റ് എന്ന് പറഞ്ഞാൽ മൗസ് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും, കീബോർഡ് ഇവന്റ് ആയിരിക്കാം, ഓക്കെ, ഫോക്കസ് ചേഞ്ച് ചെയ്യുന്ന ഇവന്റ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇവന്റ്സ് ആവാം. സോ ആ ഇവന്റിന് വേണ്ടി ആപ്ലെറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആരാണ് ഇവന്റ്? who is the one who initiates the event? It is the user. Okay,
So the user initiates interaction with applet. User ആണ് ആപ്ലെറ്റുമായിട്ട് interaction start ചെയ്യുന്നത്, initiate ചെയ്യുന്നത്. It is not the other way around. അല്ലാതെ സിസ്റ്റം അല്ല interaction start ചെയ്യുന്നത്. നമ്മളെ കൺസോൾ ബേസ്ഡ് ആപ്ലിക്കേഷൻസിൽ നമുക്കറിയാം, നമ്മൾ സിസ്റ്റം അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം സ്കാനർ ക്ലാസ് വെച്ച് നമ്മൾ ചെയ്യുന്ന ഓർമ്മയില്ലേ, സ്കാനർ എസ് ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ട് എസ് ഡോട്ട് നെക്സ്റ്റ് അല്ലെ, എസ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുമ്പം ആക്ച്വലി ഇത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. സോ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പം ദ പ്രോഗ്രാം വെയിറ്റ്സ് അൺടിൽ ദ യൂസർ ഇൻപുട്സ്. ദ പ്രോഗ്രാം ആണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ഇന്ററാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ആണ് അല്ലെ, ഇൻപുട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ഇനീഷ്യേറ്റ്. സോ ഇൻ ദ കേസ് ഓഫ് ആപ്ലെറ്റ്സ് ഇറ്റ്സ് നോട്ട് ദാറ്റ് വേ. ഇറ്റ് ഇസ് എ യൂസർ ആണ് ഇവന്റ് വഴി എന്തെങ്കിലും ഒരു മൗസ് ക്ലിക്കോ യൂസർ ആണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ എ നോൺ വിൻഡോഡ് പ്രോഗ്രാം, നമ്മൾ കൺസോൾ ബേസ്ഡ് ആപ്ലിക്കേഷൻസിന്റെ കാര്യം പറയുന്നത്, when the program needs input, it will prompt the user and then call some input method such as readline, next എന്ന് പറഞ്ഞ മെത്തേഡ്, readline എന്ന് പറഞ്ഞ മെത്തേഡ് ഒക്കെ വിളിച്ചിട്ടാണ്. ഓക്കെ, സോ readline എന്ന് പറഞ്ഞ ഇൻപുട്ട് സ്ട്രീം, ഡേറ്റ ഇൻപുട്ട് സ്ട്രീമിന്റെ മെത്തേഡാണ് readline. ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്ലാസ് ഉണ്ട്, ത്രൂ വിച്ച് യു ക്യാൻ receive input through keyboard. Okay, so mouse so as I told, mouse event അങ്ങനെ mouse click event in focus change ചെയ്യുമ്പോൾ, okay, so keyboard വഴി നമുക്ക് ഫോക്കസ് ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ഫീൽഡിലോട്ട് കൊണ്ടുവരാം, അതിന്റെ പുറത്തോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ഏരിയന്റെ അകത്തോട്ട് ഫോക്കസ് കൊണ്ടുവരാം, പിന്നെ കീ പ്രസ് ഇവന്റ്, ഇങ്ങനെയൊക്കെയുള്ള പല ഇവന്റ്സ് വഴിയാണ് ആപ്ലെറ്റ് വർക്ക് ചെയ്യുന്നത്. ചെക്ക് പുഷ് ബട്ടൺ, ചെക്ക് ബോക്സസ്, all these types of controls are used. So when the user interacts with one of these controls, user ആണ് interact ചെയ്യുന്നത്, ഈ കൺട്രോളിന്റെ മുകളിൽ യൂസർ ആണ് ഇന്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ആ സമയത്താണ് ഇവന്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആപ്ലെറ്റ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ആൻ ആപ്ലെറ്റിന്റെ ആർക്കിടെക്ചർ ആണ് പറയുന്നത്. ഓക്കെ, ഇനി ആപ്ലെറ്റിന്റെ ആപ്ലെറ്റ് സ്കെലറ്റൺ എന്ന് പറഞ്ഞാൽ ആപ്ലെറ്റ് ഒരു ബേസിക് ആപ്ലെറ്റ് ക്ലാസ് അല്ലെങ്കിൽ ആപ്ലെറ്റിന്റെ അകത്ത് എന്തൊക്കെയാണ് മെത്തേഡ്സ് ഉള്ളത്. സോ വാട്ട് ആർ ദ ബേസിക് മെക്കാനിസം? Okay, so 4 methods are there actually: init, start, stop and destroy. These are the 4 methods: init, start, stop and destroy. So these are the 4 methods: init, start, stop and destroy. എല്ലാ ആപ്ലെറ്റിനും അത്യാവശ്യം, എല്ലാ ആപ്ലെറ്റിന്റെ അകത്തും അത്യാവശ്യം വർക്ക് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇതൊക്കെ. അതായത് ഈ മെത്തേഡ്സ് ഒക്കെ നിർബന്ധമായിട്ടും എക്സിക്യൂട്ട് ചെയ്തിരിക്കും, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ഓക്കെ, എല്ലാ ആപ്ലെറ്റ്സിനും ഈ മെത്തേഡ്സ് ഉണ്ടാവും. വേണമെങ്കിൽ നമുക്ക് ഓവർറൈഡ് ചെയ്യാം, ചിലത് ഓവർറൈഡ് ചെയ്യണമെന്ന് നിർബന്ധമാണ്, ചിലത് ഓവർറൈഡ് ചെയ്യണമെന്നില്ല. എല്ലാത്തിനും ഡീഫോൾട്ട് ഇംപ്ലിമെന്റേഷൻസ് ഉണ്ട്. സോ ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഓവർറൈഡ് ചെയ്യാം. ഓവർറൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ബേസ് ക്ലാസിന്റെ അകത്ത് ഓൾറെഡി അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉണ്ട്, ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. വേണമെങ്കിൽ സബ് ക്ലാസിന്റെ അകത്ത് അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ നമുക്ക് കൊടുക്കാം. അതാണ് ഓവർറൈഡിംഗ് എന്ന് പറയുന്നത്. സോ AWT ബേസ്ഡ് ആപ്ലെറ്റ്സ് വരുമ്പം നിർബന്ധമായിട്ടും വേറൊരു മെത്തേഡും കൂടി വരുന്നുണ്ട്, അതായത് പെയിൻ മെത്തേഡ്. സോ ഇനിറ്റ്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഡിസ്ട്രോയ് കൂടാതെ ഇനിറ്റ്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഡിസ്ട്രോയ്, ഇതാണ് പില്ലർ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ വരുന്ന ഒരു മെത്തേഡാണ് പെയിന്റ് മെത്തേഡ്. അത് AWT ബേസ്ഡ് ആപ്ലെറ്റ്സ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആപ്ലെറ്റ്സ്, AWT ബേസ്ഡ്. സോ അതിൻ്റെ അകത്ത് നിർബന്ധമായിട്ടും വരുന്ന ഒരു മെത്തേഡാണ് പെയിന്റ് മെത്തേഡ്. And this is defined in the component class, AWT ന്റെ component class. നേരത്തെ നമ്മൾ പറഞ്ഞു, we discussed that പാനലിന്റെ ആപ്ലെറ്റ് എന്ന് പറയുന്നത് പാനൽ ക്ലാസിന്റെ സബ് ക്ലാസ് ആണ്. പാനൽ ക്ലാസ് കണ്ടെയ്നറിന്റെ സബ് ക്ലാസ് ആണ്.
കണ്ടെയ്നർ കമ്പോണന്റ് സബ് ക്ലാസ് ആണ്. ഈ കമ്പോണന്റും കണ്ടെയ്നറും പാനലും ഒക്കെ AWT പാക്കേജിന്റെ അകത്തുള്ളതാണ്. ഓക്കെ, സോ അവിടെ പറയുന്നത് ഈ പെയിന്റ് എന്ന് പറയുന്ന മെത്തേഡ് അവൈലബിൾ ആയിട്ടുള്ളത് കമ്പോണന്റ് ക്ലാസ്സിലാണ്. അങ്ങനെയാണ് ആപ്ലെറ്റിനും അത് കിട്ടുന്നത്. സോ എപ്പോഴാണ് പെയിന്റ് മെത്തേഡ് വിളിക്കുന്നത്? ദിസ് മെത്തേഡ് ഇസ് കോൾഡ് വെൻ ദ ആപ്ലെറ്റ്സ് ഔട്ട്പുട്ട് മസ്റ്റ് ബി റീഡിസ്പ്ലേഡ്. എപ്പോഴൊക്കെയാണ് ആപ്ലെറ്റിന്റെ ഔട്ട്പുട്ട്, ആപ്ലെറ്റിന്റെ വിൻഡോന്റെ ഉള്ളിലുള്ള ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അപ്പോഴൊക്കെ ഈ പെയിന്റ് മെത്തേഡ് വിളിക്കും. സ്വിംഗ് ബേസ്ഡ് ആപ്ലെറ്റ്സ് ആണെങ്കിൽ വേറൊരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. AWT ബേസ്ഡ് ആപ്ലെറ്റ്സ് ആണ് ഈ പെയിന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ആപ്ലെറ്റിന്റെ സ്കെൽട്ടൺ കോഡ് ഇവിടെ കാണാം. യു ക്യാൻ സി you have init method which is used for initialization. You have start method which is used either for starting or resuming execution. Stop method which suspends execution, and destroy method which shutdowns the activities, and pain method which will always be used when redisplaying contents of window. So order of execution ഇങ്ങനെയായിരിക്കും. init ആണ് ആദ്യത്തെ മെത്തേഡ്, അത് ബ്രൗസർ ആണ് ആ മെത്തേഡ് വിളിക്കുക. initന് തൊട്ട് ശേഷം സ്റ്റാർട്ട് മെത്തേഡ് വിളിക്കും. init ആണ് സ്റ്റാർട്ട് മെത്തേഡ് വിളിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി വിളിക്കും. സ്റ്റാർട്ട് മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ വിളിക്കുന്ന മെത്തേഡാണ് പെയിൻ മെത്തേഡ്. ഓക്കെ, ഫൈനലി വിളിക്കുന്ന മെത്തേഡാണ് ഡിസ്ട്രോയ് മെത്തേഡ്. ചില സമയത്ത് പെയിൻ മെത്തേഡ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് മെത്തേഡിലോട്ട് പോകും. ബിക്കോസ് മിനിമൈസ് ചെയ്യപ്പെടുമ്പോഴും പിന്നെ വേറൊരു വിൻഡോ ആപ്ലെറ്റ് വിൻഡോന്റെ മുകളിലേക്ക് വരുമ്പോഴൊക്കെ സ്റ്റോപ്പ് മെത്തേഡിലോട്ട് പോകും. സ്റ്റോപ്പ് മെത്തേഡിൽ നിന്ന് തിരിച്ച് വീണ്ടും ഫോർഗ്രൗണ്ടിലോട്ട് വരും. സ്റ്റോപ്പ് മെത്തേഡ് വിളിച്ചു കഴിഞ്ഞു, പിന്നെ തിരിച്ച് ഫോർഗ്രൗണ്ടിലോട്ട് വരുമ്പം വീണ്ടും സ്റ്റാർട്ട് മെത്തേഡ് വിളിക്കും. ഓക്കെ, അങ്ങനെ വീണ്ടും പെയിൻ മെത്തേഡ് വിളിക്കും. ഇങ്ങനെ ലൈഫ് സൈക്കിൾ ഇങ്ങനെ പോകാം. ഓക്കെ, സോ ഈ സ്കെൽട്ടൺ പ്രോഗ്രാം അത് വലിയ കാര്യമായ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിലും അത് നമുക്ക് വേണമെങ്കിൽ കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആപ്ലെറ്റ് വെച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു വിൻഡോ അത് ഡിസ്പ്ലേ ചെയ്ത് തരും. സോ ആപ്ലെറ്റ് ഇനീഷ്യലൈസേഷൻ ആൻഡ് ടെർമിനേഷൻ ഏതൊക്കെ മെത്തേഡ്സ് വഴിയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഓർഡർ ഇൻ വിച്ച് ദ വേരിയസ് മെത്തേഡ്സ് ആർ എക്സിക്യൂട്ടഡ് ഓർ കോൾഡ്. സോ ഫോളോയിങ് മെത്തേഡ്സ് ആർ കോൾഡ് ഇൻ സീക്വൻസ്: ഇനിറ്റ്, സ്റ്റാർട്ട്, പെയിന്റ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇനിറ്റ് അല്ലേ, init is the first method, then start method, then pain method. When an applet is terminated, the following sequence of methods calls take place. So terminate ചെയ്യുന്ന സമയത്ത് it calls stop and destroy. So stop വിളിച്ചിട്ട് ആണ് destroy വിളിക്കപ്പെടുന്നത്. Okay, so that's a slight change over there. So stop വിളിച്ചിട്ടാണ് destroy വിളിക്കുന്നത്. So stop വിളിച്ചിട്ട് ഉടനെ തന്നെ ഡിസ്ട്രോയ് വിളിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സ്റ്റോപ്പ് വിളിച്ചിട്ട് ചിലപ്പം തിരിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോർഗ്രൗണ്ടിലോട്ട് കൊണ്ടുവരുമ്പം തിരിച്ച് സ്റ്റാർട്ട് വിളിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് പോസിബിൾ. അഥവാ നമ്മൾ ആപ്ലെറ്റ് വിൻഡോ ക്ലോസ് ചെയ്യുന്നതാണെങ്കിൽ സ്റ്റോപ്പ് വിളിച്ചിട്ടാണ് ഡിസ്ട്രോയ് വിളിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ദി കറക്റ്റ് സീക്വൻസ്. എപ്പോഴും സ്റ്റോപ്പ് വിളിച്ച് ഉടനെ ഡിസ്ട്രോയിലേക്ക് പോകണമെന്നൊരു നിർബന്ധമില്ല. സ്റ്റോപ്പ് വിളിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ സ്റ്റാർട്ടിലോട്ട് പോകാനും സാധ്യതയുണ്ട്. ഓക്കെ, സോ the init method is the first method to be called, and this is a method where you should initialize variables, resources initialization. Okay, and it is called only once during the runtime of your applet. init വിളിച്ച ഉടനെ വിളിക്കുന്ന മെത്തേഡാണ് സ്റ്റാർട്ട് മെത്തേഡ്, called after init. And it also called after it has been stopped. Stop വിളിച്ചതിന് ശേഷം വീണ്ടും ആപ്ലെറ്റിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്ലെറ്റ് വീണ്ടും ഫോർഗ്രൗണ്ടിലോട്ട് വരുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ദെൻ സ്റ്റാർട്ട് വിളിച്ചിട്ടാണ് വരിക. സോ സ്റ്റാർട്ട് ഇസ് കോൾഡ് ഈച്ച് ടൈം ആൻ ആപ്ലെറ്റ്സ് HTML document is displayed on screen. എപ്പോഴൊക്കെയാണ് ബ്രൗസർ ഈ HTML ഡോക്യുമെന്റ് ആപ്ലെറ്റ് അടങ്ങുന്ന ആ HTML ഡോക്യുമെന്റ് സ്ക്രീനിൽ മുകളിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് ആ സമയത്തൊക്കെ സ്റ്റാർട്ട് വിളിക്കും. So if a user leaves a web page and comes back, user web page യൂസ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ പിന്നെ കുറച്ച് വേറൊരു വിൻഡോയിലോ വഴി വേറൊരു വെബ് പേജിലോട്ട് പോകുവാനും ചെയ്തു, അങ്ങനെ വീണ്ടും തിരിച്ചു വരണം, ഈ ആപ്ലെറ്റ് ഇല്ല വെബ് പേജിലോട്ട് തിരിച്ചു വരുന്നതാണെങ്കിൽ അതിനുവേണ്ടി സ്റ്റാർട്ട് മെത്തേഡ് വഴിയാണ് വരിക. ഇനി ഔട്ട്പുട്ട് എപ്പോഴൊക്കെ
നമ്മൾ ഔട്ട്പുട്ട് ആപ്ലെറ്റ് വിൻഡോന്റെ മുകളിൽ എപ്പോഴൊക്കെ ഔട്ട്പുട്ട് വരണം, അത് എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേയിങ് ഓൺ ദി ഔട്ട്പുട്ട്, ഓക്കെ, അപ്പോഴൊക്കെ വിളിക്കാവുന്ന മെത്തേഡാണ് പെയിൻ മെത്തേഡ്. So whenever an applet's output should be redrawn or drawn or redrawn, okay, so that is the correct drawn അല്ലെങ്കിൽ redrawn, ആ സമയത്തൊക്കെ വിളിക്കുന്ന മെത്തേഡാണ് പെയിൻ. So it can be for several, it can occur for several reasons. അതായത് when the window in which the applet is running may be overwritten by another window and then uncovered. overwrite ചെയ്തിട്ട് പിന്നെ അൺകവർ ചെയ്യപ്പെടുന്നു. ഓക്കെ, അന്നേരം സ്റ്റാർട്ടും പെയിന്റും വിളിക്കും അല്ലേ. ആൻഡ് സോ ഡ്രോ ചെയ്യാനാണ് ഈ ഗ്രാഫിക്സ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. ഡ്രോ സ്ട്രിംഗ് എന്ന് പറഞ്ഞ മെത്തേഡൊക്കെ അന്നേരമാണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റോപ്പ് മെത്തേഡ് എപ്പോഴാണ്? ഇസ് കോൾഡ് വെൻ എ ബ്രൗസർ ലീവ്സ് ദി HTML ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദി ബ്രൗസർ. ആ HTML ഡോക്യുമെന്റ് ലീവ് ചെയ്യുമ്പം, ആപ്ലെറ്റ് അടങ്ങുന്ന HTML ഡോക്യുമെന്റ് ലീവ് ചെയ്യുമ്പം, ദാറ്റ് ഈസ് ഇറ്റ് ഗോസ് ടു അനദർ പേജ്, അന്നേരം സ്റ്റോപ്പ് വിളിക്കും. ഓക്കെ, സോ ആ സമയത്ത് ആപ്ലെറ്റ് ചിലപ്പോൾ റൺ ചെയ്യുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ ആപ്ലെറ്റ് മിനിമം റിസോഴ്സ് മാത്രമേ യൂസ് ചെയ്യണ്ടൂ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പിന്റെ അകത്ത് അതിന്റെ കോഡ് കൊടുക്കാം. മിനിമം മറ്റ് റിസോഴ്സ് ഒക്കെ റിലീസ് ചെയ്യാനുള്ള കോഡൊക്കെ, അത്യാവശ്യമായ റിസോഴ്സ് മാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ട് മറ്റ് റിസോഴ്സ് റിലീസ് ചെയ്യാനുള്ള കോഡൊക്കെ സ്റ്റോപ്പിന്റെ അകത്ത് കൊടുക്കാം. സോ സ്റ്റോപ്പിന്റെ അകത്ത് യു ക്യാൻ സസ്പെൻഡ് ത്രെഡ്സ് ദാറ്റ് ഡോണ്ട് നീഡ് ടു റൺ വെൻ ദി ആപ്ലെറ്റ് ഇസ് നോട്ട് വിസിബിൾ. ആപ്ലെറ്റ് വിസിബിൾ അല്ലാത്ത സമയത്ത്, ആപ്ലെറ്റ് റണ്ണിംഗ് ആണ് പക്ഷെ വിസിബിൾ അല്ല, ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കോഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് വേണ്ടാന്നുണ്ടെങ്കിൽ, എന്തും കോഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോപ്പിന്റെ അടുത്ത് കൊടുക്കാം. ഓക്കെ, തിരിച്ച് ത്രെഡ്സ് ഒക്കെ നമുക്ക് വീണ്ടും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മളെ ആപ്ലെറ്റ് വീണ്ടും ഫോർഗ്രൗണ്ടിൽ വന്ന് നിൽക്കുമ്പം നമുക്ക് അത് നേരത്തെ റൺ ചെയ്ത ത്രെഡ്സ് ഒക്കെ വീണ്ടും റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് മെത്തേഡിന്റെ അകത്ത് അതിന്റെ കോഡ് കൊടുത്താൽ മതി. Last method is destroy method. It's called when the environment determines that your applet needs to be removed completely from memory. നമുക്കത് ആപ്ലെറ്റ് മൊത്തമായിട്ട് മെമ്മറിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. യൂഷ്വലി നമ്മളെ ആപ്ലെറ്റ് വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ, സോ ഓൾ ദ റിസോഴ്സസ് ആർ ഫ്രീഡ്. ആൻഡ് ഡിസ്ട്രോയ് മെത്തേഡ് വിളിക്കുന്നതിന് തൊട്ട് മുന്നേ എപ്പോഴും സ്റ്റോപ്പ് മെത്തേഡ് വിളിക്കും. സോ അതാണ് ഓർഡർ, ദാറ്റ് ഇസ് ഓർഡർ. സോ ദിസ് ഇസ് ദി ഓർഡർ. സ്റ്റോപ്പ് വിളിച്ചാൽ നിർബന്ധമായിട്ടും ഡിസ്ട്രോയ് വിളിക്കപ്പെടണം എന്നില്ല, പക്ഷെ ഡിസ്ട്രോയ് വിളിക്കുന്നതിന് തൊട്ട് മുന്നേ എപ്പോഴും സ്റ്റോപ്പ് വിളിച്ചിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി ലൈഫ് സൈക്കിൾ.